BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. കാരണം ഒരു തീരുമാനം എവിടെ എടുത്തിട്ടില്ല. ജാനുവരി ആദ്യ വാരത്തിലാണ് മുന്നണിയുടെ സീറ്റ് ചർച്ച ആരംഭിക്കുന്നത്. ജാനുവരി 15-ാം തീയതിയോടുകൂടെ മുന്നണിയുടെ ചർച്ച സമാപിക്കുമ്പോൾ മാത്രമേ വ്യക്തമായി ഏതൊക്കെ പാർട്ടി ഏതൊക്കെ നിയോജകമണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു തീരുമാനമാവുള്ളൂ. അതിനുശേഷമാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ. ഇപ്പോൾ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അത് പ്രഖ്യാപിക്കും. അത് മിക്കവാറും ഫെബ്രുവരി മാസത്തിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. ഉടൻ തന്നെ കോൺഗ്രസിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേഗത്തിൽ നടക്കും. പക്ഷേ ഇതുവരെയായിട്ട് ഒരു ചർച്ചയും ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ ആലോചിച്ചിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ സജീവമായിട്ടുണ്ട്. അത് പാർട്ടി തീരുമാനിക്കാം. എനിക്ക് വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമില്ല. പിന്നെ പാർട്ടി എന്താണെന്ന് തീരുമാനിക്കട്ടെ. മത്സരിക്കണോ അതോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണോ, ഏത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാർ. അദ്ദേഹം ഞങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചനുസരിച്ച് ലൈസൻ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. അതിനുശേഷം അദ്ദേഹം എന്തുകൊണ്ടാണ് മലക്കം പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ അപ്പുറത്ത് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണോ ഞങ്ങളോടൊപ്പം നടത്തിയത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഞാനുൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്. ഞാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം കത്തിൻ്റെ അല്ലല്ലോ, വിശ്വാസമല്ല ഏറ്റവും വലിയൊരു പ്രാധാന്യം. രാഷ്ട്രീയത്തിൽ അതല്ലേ വേണ്ടത്. സത്യസന്ധനായൊരു നേതാവായിരുന്നല്ലോ കാമരാജ്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു പാർട്ടി ഇങ്ങനെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ഇങ്ങനെ മലക്കം മറിച്ച് നടത്താൻ പാടില്ല. ഞാൻ അത്രേ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വ്യക്തിപരമോ ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന വ്യക്തി വരാം. എൻ്റെയും BLM-ൻ്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.